പലപ്പോഴും ജീവിതത്തിൻ്റെ നിർണായക ഘട്ടങ്ങളിൽ ഒറ്റപ്പെടലുകളും ശൂന്യതകളും ആരും നമ്മെ സഹായിക്കാനില്ലാത്ത അവസരങ്ങളും നാം അനുഭവിക്കാറുണ്ട്. പല സ്ഥലങ്ങളിലും നാം ഒറ്റപ്പെട്ടിരുന്ന് കരയുകയും വ്യാകുലപ്പെട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതും സർവ്വസാധാരണമാണ്. എന്നാൽ ദൈവവചനത്തിൽ അനേക സ്ഥലങ്ങളിൽ നമുക്കിങ്ങനെ കാണുവാൻ കഴിയുന്നു. ദൈവം തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി നിർണായക ഘട്ടങ്ങളിൽ ഇറങ്ങി വരികയും തൻ്റെ ഭക്തന്മാരെ വിടുവിച്ച് പരിപാലിക്കുകയും ചെയ്യുന്നു. അതെ, മിസ്രയീമിൽ കഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന ജനം ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിച്ചു. അതെ, ദൈവവചനം ഇങ്ങനെയാണ് പറയുന്നത്: എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു. ഊഴിയവിചാരകന്മാർ നിമിത്തമുള്ള അവരുടെ നിലവിളിയും കേട്ടിരിക്കുന്നു. അത് നിമിത്തം ദൈവം തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി ഇറങ്ങി വരികയും ഒറ്റപ്പെടലിൻ്റെ ശൂന്യതകളുടെ ഒക്കെ നടുവിൽ ദൈവം മോശയെ അഭിഷേകം ചെയ്ത് ദൈവപ്രവൃത്തിക്കായി എഴുന്നേൽപ്പിക്കുകയും ചെയ്തു. അത് ജീവിതത്തിൽ വലിയൊരു വിടുതലായി തീരുവാൻ തക്കവണ്ണം ഇസ്രായേൽ മക്കൾക്ക് അനുഭവിക്കുവാൻ ഇടവന്നു. പലപ്പോഴും ഇതുപോലെ നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിൽ ഒറ്റപ്പെട്ടു പോകുന്ന, ആരും സഹായിക്കാനില്ലാത്ത മണിക്കൂറുകൾ, ദിവസങ്ങൾ, ആഴ്ചകൾ, വർഷങ്ങൾ ഒക്കെ നാം ഫേസ് ചെയ്യാറുണ്ട്. എന്നാൽ ദൈവവചനം ഇങ്ങനെ പറയുന്നു: ആത്മാർത്ഥതയോടും സത്യസന്ധതയോടും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും നിലവിളിക്കുകയും ചെയ്യുന്നുവെങ്കിൽ തൻ്റെ ജനത്തിൻ്റെ നിലവിളി കേട്ട് ഇറങ്ങി വരുന്ന ഒരു ദൈവത്തെ നമുക്ക് കാണുവാൻ കഴിയും. അതേ, കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ട പത്രോസിന് വേണ്ടിയും പൗലോസിന് വേണ്ടിയും ശീലാസിന് വേണ്ടിയും യോഹന്നാന് വേണ്ടിയും ഒക്കെ ദൈവം ഇറങ്ങി വന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. നിർണായകമാകുന്ന ഒറ്റപ്പെടലുകളുടെ നടുവിൽ ആരും സഹായിക്കാനില്ലാതെ ഇരിക്കുമ്പോൾ അവർ ദൈവത്തെ പാടുകയും സ്തുതിക്കുകയും ദൈവത്തെ ആരാധിക്കുകയും ചെയ്തപ്പോൾ ആ സമയങ്ങളിലൊക്കെ ദൈവസാന്നിധ്യം അവർക്ക് വേണ്ടി ഇറങ്ങി വന്നു. എന്നെ കേൾക്കുന്ന വ്യക്തികളെ, ജീവിതത്തിൻ്റെ നിർണായക ഘട്ടങ്ങളിൽ ആരും സഹായിക്കാനില്ലാത്ത മണിക്കൂറുകളിൽ ഒരുപക്ഷെ വെറുതെ നാം നമ്മുടെ സമയം ചിന്തിച്ച്, അല്ലെങ്കിൽ മദ്യത്തിനും മയക്കുമരുന്നിനും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വേണ്ടി കടഞ്ഞിട്ട് നാം ശൂന്യതയിൽ നിൽക്കുവാനല്ല, ദൈവം നമ്മളുടെ പ്രാർത്ഥന കേട്ട് നമുക്ക് വേണ്ടി ഇറങ്ങി വരുമെന്നുള്ള തിരിച്ചറിവോടെ ദൈവസന്നിധിയിൽ കരയുവാൻ തയ്യാറാകുമെങ്കിൽ തൻ്റെ ജനത്തിൻ്റെ കഷ്ടതയെ കാണുന്ന ദൈവം, തൻ്റെ ജനത്തിൻ്റെ നിലവിളിയെ കേൾക്കുന്ന ദൈവം ഇന്നും നമുക്ക് വേണ്ടി ഇറങ്ങി വരുവാൻ സർവശക്തനാണ്. അതുകൊണ്ട് ജീവിതത്തിൻ്റെ ഏതെങ്കിലും സാഹചര്യത്തിൽ നിർണായകമാകുന്ന പ്രതിസന്ധിയെ അഭിമുഖീകരിച്ച് ഭാരപ്പെട്ട് വ്യാകുലപ്പെട്ട് ഒറ്റപ്പെടലുകൾ അനുഭവിക്കുന്ന വ്യക്തികളാണെങ്കിൽ, അതെ, നിനക്ക് വേണ്ടി, നിൻ്റെ കുടുംബത്തിന് വേണ്ടി, നിൻ്റെ ജീവിത സാഹചര്യത്തിന് വേണ്ടി സ്വർഗത്തിലെ ദൈവത്തിൻ്റെ അത്ഭുതകരം നീട്ടുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ട് വിശ്വാസത്തിൽ ശക്തി പ്രാപിച്ചുകൊണ്ട് മടുപ്പില്ലാത്തവരായി ദൈവഹിതം നമ്മിൽ നിറവേറേണ്ടതിനും ദൈവിക അത്ഭുതം നമ്മിൽ സംഭവിക്കേണ്ടതിനുമായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. അതെ, ഒറ്റപ്പെട്ട ജീവിത സാഹചര്യത്തിൽ, ഒരു വനാന്തരത്തിൽ ഒറ്റപ്പെട്ടായിരിക്കുന്ന യാക്കോബിനെ സംബന്ധിച്ചിടത്തോളം ഒരു രാത്രി ദൈവം അവന് പ്രത്യക്ഷപ്പെടുകയാണ്. അന്ന് രാത്രി ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത് താൻ കാണത്തക്കവണ്ണം ദൈവം അവനെ സഹായിപ്പാനിടയായി തീർന്നു. ഇതുപോലെ ജീവിതത്തിൻ്റെ ഒറ്റപ്പെടലുകൾ നേരിടുന്ന ആരെങ്കിലും ഈ വാക്കുകൾ ശ്രദ്ധിക്കുന്നെങ്കിൽ നിനക്ക് വേണ്ടിയും സ്വർഗം തുറക്കും. അതെ, നിങ്ങൾക്ക് വേണ്ടിയും ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യും. അതെ, നിങ്ങൾക്ക് വേണ്ടിയും ദൈവത്തിൻ്റെ അത്ഭുതം ഉണ്ടാകും. അതുകൊണ്ട് ദൈവഹിതത്തിനായി കാത്തിരിക്കാം. പ്രതിസന്ധികളുടെ നടുവിൽ ചാരത്ത് അണഞ്ഞ് കടന്നു വന്ന് നമ്മെ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് വിശ്വസിക്കാം.